ഇംഗ്ലണ്ടിനെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും 2020-ൽ വലിയ മാർജിനിൽ വിജയിച്ചതോടെ 2020 ഫോർമാറ്റിൽ ഇന്ത്യക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ നിരന്തരമായ അറ്റാക്കിങ്ങിന് മുന്നിൽ ഇംഗ്ലണ്ട് കീഴടങ്ങുകയായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 150 റൺസിന്റെ വലിയ മാർജിനിലാണ് മത്സരത്തിൽ വിജയിച്ചത്. 2020 ക്രിക്കറ്റിൽ വലിയ റൺസ് വ്യത്യാസത്തിൽ ഇന്ത്യ ഇത് ആദ്യമായിട്ടൊന്നല്ല വിജയിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ 5 വിജയങ്ങളൊന്നും നമുക്ക് പരിശോധിക്കാം. ന്യൂസിലാൻഡിനെതിരെ 2023-ൽ ഇന്ത്യ നേടിയ വിജയമാണ് ഇന്ത്യയുടെ 2020-ലെ ഏറ്റവും വലിയ വിജയം. 2023 ഫെബ്രുവരിയിൽ അഹമ്മദാബാദിൽ നടന്ന പരമ്പരയിലെ മൂന്നാം 2020-ലാണ് ഇന്ത്യ ഈ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. ശുഭ്മാൻ ഗില്ലിന്റെ 120 റൺസിന്റെ മികച്ച പ്രകടനത്തിന്റെയും രാഹുൽ ത്രിപാഠിയുടെയും അന്നത്തെ നായകനായ ഹർദിക് പാണ്ഡ്യയുടെയും മികച്ച പ്രകടനത്തിന്റെയും ഫലമായി ടീം ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവികളാകട്ടെ ഇന്ത്യൻ ബൌളിംഗ് അറ്റാക്കിന് മുന്നിൽ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. വെറും 66 റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. ഇന്ത്യയാകട്ടെ 168 റൺസിന്റെ വലിയ വിജയമാണ് മത്സരത്തിൽ സ്വന്തമാക്കിയത്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരമാണ്. 2020 ഫോർമാറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമാണിത്. അഭിഷേക് ശർമ്മയുടെ 135 റൺസിന്റെ അവിശ്വസനീയമായ സെഞ്ചുറിയോടെ ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസാണ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ആകട്ടെ 10.3 ഓവറിൽ വെറും 97 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യൻ ടീമിന് നേടാൻ കഴിഞ്ഞത് 150 റൺസിന്റെ വിജയമാണ്. മൂന്നാമത് അയർലൻഡിനെതിരെ 2018-ൽ നേടിയ വിജയമാണ്. 2018 ജൂണിലാണ് അയർലൻഡിൽ നടന്ന ഇന്ത്യൻ ടീമിന്റെ രണ്ടാം 2020-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീം ചരിത്ര വിജയം സ്വന്തമാക്കിയത്. KL രാഹുലിന്റെ 70 റൺസിന്റെയും സുരേഷ് റൈനയുടെ 45 പന്തിൽ 69 റൺസിന്റെയും മികവിൽ ഇന്ത്യ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസാണ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡ് ആകട്ടെ സ്പിൻ സെൻസേഷൻ ചഹാലിന്റെ മുന്നിൽ തകർന്നു വീഴുകയായിരുന്നു. വെറും 70 റൺസാണ് അവർ നേടിയത്. ഇന്ത്യക്കാകട്ടെ 143 റൺസിന്റെ വിജയവും നേടാൻ സാധിച്ചു. നാലാമത്തേത് 2024-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരമാണ്. 2024-ൽ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ വിജയം തന്നെയാണ് ഇന്ത്യ പരമ്പരയിൽ കാഴ്ചവെച്ചത്. ജോഹന്നാസ്ബർഗിൽ നടന്ന നാലാം 2020-ലാണ് തിലക് വർമ്മയും സഞ്ജു സാംസണിന്റെയും തുടർച്ചയായ സെഞ്ചുറികളുടെ പിൻബലത്തിൽ ഇന്ത്യ 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 283 എന്ന കൂറ്റൻ സ്കോർ നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അവരുടെ പോരാട്ടമാകട്ടെ വെറും 148 റൺസിൽ അവസാനിച്ചു. അത് ഇന്ത്യൻ ടീമിന് 135 റൺസിന്റെ വലിയ വിജയമാണ് നേടിക്കൊടുത്തത്. അഞ്ചാമതുള്ളത് ബംഗ്ലാദേശിനെതിരായ മാസ്റ്റർ ക്ലാസ് മത്സരമാണ്. 2024 ഒക്ടോബറിൽ ഹൈദരാബാദിൽ നടന്ന ബംഗ്ലാദേശിനെതിരായ മൂന്നാം 2020-ൽ ഇന്ത്യ പൂർണ്ണ ആധിപത്യമാണ് നേടിയത്. സഞ്ജു സാംസണിന്റെ മികച്ച പ്രകടനവും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മികച്ച ഇന്നിംഗ്സും ചേർന്നതോടെ ടീം ഇന്ത്യ 20 ഓവറിൽ 290 എന്ന കൂറ്റൻ സ്കോറാണ് നേടിയത്. ഇന്ത്യയുടെ 2020-ലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ബംഗ്ലാദേശ് ബാറ്റ്സ്മാൻമാർക്ക് കൂറ്റൻ സ്കോറിന് മുന്നിൽ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. 7 വിക്കറ്റ് നഷ്ടത്തിൽ അവർക്ക് വെറും 164 റൺസ് മാത്രമേ ചേർക്കാൻ സാധിച്ചുള്ളൂ. 133 റൺസിന്റെ കൂറ്റൻ വിജയമാണ് മത്സരത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.